കരിപ്പുഴ കടവൂർ മനായിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എത്തിച്ചു. കരിപ്പുഴ കടവൂർ മനായിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എത്തിച്ചു. രാവിലെ 6-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 6:45-ന് വിഷ്ണു സഹസ്രനാമ ജപം, 7-ന് ആചാര്യവരണം, ഭദ്രദീപ പ്രതിഷ്ഠ, 8-ന് ഭാഗവത പാരായണം. എല്ലാ ദിവസവും രാവിലെ 6-ന് ഗണപതി ഹോമം, 6:45-ന് വിഷ്ണു സഹസ്രനാമം, 12-ന് ഭാഗവത കഥാപ്രവചനം, ഉച്ചയ്ക്ക് 1-ന് അന്നദാനം, വൈകിട്ട് 5-ന് ലളിതാ സഹസ്രനാമ ജപം എന്നിവ നടന്നു. നവംബർ 30-ന് ഉച്ചയ്ക്ക് ഉണ്ണിയൂട്ട്, ഡിസംബർ 1-ന് വൈകിട്ട് വിദ്യാഗോപാല മന്ത്രാർച്ചന, 2-ന് രാവിലെ രുക്മിണി സ്വയംവരം, വൈകിട്ട് 5-ന് സർവേശ്വര പൂജ, 3-ന് രാവിലെ 11-ന് കുചേലാഗമനം, ദൃശ്യാവിഷ്കാരം, 4-ന് രാവിലെ 6-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 10-ന് മഹാമൃത്യുഞ്ജയ ഹോമം, വൈകിട്ട് 4-ന് അവഭൃത സ്നാന ഘോഷയാത്ര എന്നിവ നടക്കും. ക്ഷേത്രത്തിലെത്തും. അവിടെ നിന്നും മുത്തുക്കുട, ചെണ്ടമേളം, താരപ്പൊലി, പഞ്ചവാദ്യം എന്നിവയുടെ അനുമതിയോടുകൂടി യജ്ഞാചാര്യനെ സ്വീകരിച്ച് മനായിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു. സീഡ് നെറ്റ് ന്യൂസ്, ചെട്ടുകുളങ്ങര.